ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇത് പ്രതീക്ഷ ഒരു കാര്യമാണ്. 6 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇത് കസ്റ്റഡിയൽ ഇന്ററഗേഷൻ ആവശ്യമുള്ള ഒരു കേസല്ല എന്ന് പോലീസ് തന്നെ നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ജാമ്യം എന്നുള്ളത് സ്വാഭാവിക നടപടി മാത്രമാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 6 ദിവസത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാം. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ 6 ദിവസമായി വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ബോബി ചെമ്മണ്ണൂർ തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഒരു പരിഗണനയും അധികമായില്ല എന്ന് വ്യക്തമാക്കി റിമാൻഡിൽ തുടരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം എന്ന സുപ്രധാനമായ വിവരം ലഭ്യമാവുകയാണ്. രാഗിൻ, വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത തന്നെയാണ്. അതായത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത്. കാക്കനാട് ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ഹണി റോസിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ജാമ്യ വ്യവസ്ഥകൾ കർശനമാക്കാനാണ് സാധ്യത. അത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഒരുപക്ഷെ കോടതി ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കും. അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ഇതിന്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തും. സ്വാഭാവികമായിട്ടും അത്തരം വ്യവസ്ഥകൾ ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഇത്തരം ചില പോസ്റ്റ് ഇടുന്നവർക്ക് കൂടി ഒരു താക്കീതും സന്ദേശവും ആക്കുക എന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി തന്നെ വരുന്നതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 വകുപ്പുകളാണ് പ്രധാനമായും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉൾപ്പെടുത്തിയിരുന്നത്. അത് BNS ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന സെക്ഷൻ 75 സബ്സെക്ഷൻ 1, അതോടൊപ്പം തന്നെ സബ്സെക്ഷൻ 4, കൂടാതെ IT ആക്ടിലെ 67 ഈ വകുപ്പുകളാണ്. അതായത് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരിധിയിൽ വരുന്ന വകുപ്പുകളായിരുന്നു അത്. അനുവാദം കൂടാതെ സ്പർശിക്കുക, കൂടാതെ ഈ സെക്ഷലി കളേർഡ് സ്റ്റേറ്റ്മെന്റ്സ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക, മാത്രമല്ല അത് പ്രചരിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെ പോലീസ് 509 വകുപ്പ്, അതായത് പിറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്ന വകുപ്പ് കൂടി ആഡ് ചെയ്യുമെന്ന കാര്യം, അത് പരിശോധിക്കുമെന്ന കാര്യം എന്നൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം ലഭിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇനി ഈ ഹൈക്കോടതി ജാമ്യം ഉത്തരവ് നൽകിയ ശേഷം ഈ ഉത്തരവ് അവിടെ ജയിലിലെത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും ഉണ്ടാകും എന്നുള്ളത് വ്യക്തവുമാണല്ലോ അല്ലേ രാഗിൻ? അതായത് പുറത്തേക്ക് ഇറങ്ങിയുള്ള ആഘോഷവും ഈ പറയുന്ന പ്രകടനപരതയും ഒന്നും കാണിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ കോടതി ചോദിക്കുന്നു എന്തിനാണ് ഇയാൾ ഇതൊക്കെ കാണിക്കുന്നത് എന്ന്. സമാനമായ പല വീഡിയോകളും കാണുമ്പോൾ എന്തിനാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ആർക്കും മനസ്സിലാകാത്ത സാഹചര്യമുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ കഴിയാത്ത നിരുപാധികം മാപ്പ് പറഞ്ഞുള്ള പുറത്തേക്ക് വരൽ എന്നുള്ളതല്ലേ? ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇത്തരത്തിലുള്ള സെക്ഷലി കളേർഡ് സ്റ്റേറ്റ്മെന്റ്സ്, അതോടൊപ്പം തന്നെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതിനൊക്കെ കടിഞ്ഞാണ് വീഴും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ള അതല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടി എടുത്തതിന്റെ ഭാഗമായി കൂടി തന്നെ ഈ കാര്യങ്ങൾ അതിന്റെ ആ രീതിക്ക് തന്നെ നടക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിന്റെ വ്യവസ്ഥകൾ, ജാമ്യ വ്യവസ്ഥകൾ എന്തായിരിക്കുമെന്ന് വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാനും കഴിയും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള നടപടിയാണ് നിയമവ്യവസ്ഥ നൽകിയത്. 6 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ ജയിലിൽ കഴിയുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇത് ബോബി ചെമ്മണ്ണൂരിനോട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്ന, ഇത്തരത്തിൽ കമന്റ് ഇടുന്ന ഒരുപാട് പേർ ഈ നാട്ടിൽ ഉണ്ട്. ഇത്തരത്തിൽ സെക്ഷലി കളേർഡ് ആയിട്ടുള്ള കമന്റുകൾ ഇടുന്ന അവർക്ക് കൂടി ഒരു സന്ദേശമാകുന്ന തരത്തിലായിരിക്കും ഈ നടപടിക്രമങ്ങളും. അത് ഇതുവരെ വന്ന നടപടിക്രമങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കാര്യവും അത് അങ്ങനെ തന്നെയായിരിക്കും. ഏതായാലും ശക്തമായിട്ടുള്ള നടപടികളാണ് ഇത്രയും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന്. 6ാമത്തെ ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കോടീശ്വരനാണ്, സ്വർണ്ണ വ്യാപാരിയാണ്, മുതലാളിയാണ്. കുറെ നാളുകളായി അദ്ദേഹം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുചടങ്ങുകളിലും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, അധിക്ഷേപകരമായ പരാമർശങ്ങൾ മുറ പോലെ നടത്തിവരികയായിരുന്നു. അതിനൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നടി ഹണി റോസ് പരാതി കൊടുക്കുകയും ശക്തമായ പിന്തുണയ്ക്കുകയും ഇതിനൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയ ആരാധക വൃന്ദം കൂടിയുള്ള ഒരാൾ എന്നതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ സന്ദേശം ലഭ്യമാകുന്ന അവർക്ക് കൂടിയാണ്. ഇന്ന് തന്നെ പുറത്തിറങ്ങാം. ജാമ്യ ഉത്തരവ് 3:30-ക്കാണ് പുറത്തിറങ്ങുക. ഇതിപ്പോൾ കോടതിയിൽ ജഡ്ജിയുടെ വാക്കാലുള്ള ഉത്തരവാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്.